പ്രിയപ്പെട്ടവരെ, എന്നെ പോലുള്ള മണ്ടന്മാർ ഇനിയുമുണ്ടോ എന്നറിയില്ല. വീഡിയോ 8, 9, 10 പേര് കാണും. എന്നാലും കുത്തിപ്പിടിച്ചിരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യും. ഭയങ്കര ആരാധനയാണ് ക്രിക്കറ്റിനോട്. എന്ത് IPL മത്സരങ്ങൾ ഇരുന്ന് കാണും. ഇക്കാലത്ത് കേരളീയർ കാണുന്നത് വളരെ കുറവാണ്. അത് പാതിരാത്രി ഇരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യും. എന്തിനു വേണ്ടിയാണോ എന്തോ ആവോ. മലയാളി പൊളിയല്ലേ എന്ന് വിശ്വസിച്ചുകൊണ്ട് സഞ്ജു സാംസണോടുള്ള ആരാധന, ഡൽഹിക്ക് വേണ്ടി കരുൺ നായർ കയറിയപ്പോൾ അവനോടുള്ള ആരാധന, മുംബൈക്ക് വേണ്ടി വിഘ്നേഷ് പുത്തൂർ ഇറങ്ങിയപ്പോൾ അവന് വേണ്ടിയുള്ള ആരാധന എല്ലാം പോയി. എന്തെന്നാണ് ഈ പറയുന്നത്? സഞ്ജു സാംസന്റെ ഒരു ടീമുണ്ട്, മാനേജ്മെന്റ് നശിപ്പിച്ച ടീം. 2 ചെണ്ടകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ രക്ഷപ്പെടേക്കും. ഒന്ന് ദീവൻ, തുഷാർ ദേശ്പാണ്ഡെ, പിന്നെ ദീവൻ, മഹേഷ് ദീക്ഷണ. ബാക്കിയുള്ളവരൊക്കെ കണക്കാണ് കേട്ടാ. പക്ഷെ ഇത് പറഞ്ഞെന്നുള്ളൂ. CSK ഒക്കെ വേണ്ടെന്ന് വെച്ചാൽ തുഷാർ ദേശ്പാണ്ഡെ ടീമിലെടുക്കുന്നു, ട്രെന്റ് ബോൾട്ടിനെ വിട്ടുകളയുന്നു, യുസ്വേന്ദ്ര ചാഹലിനെ വിട്ടുകളയുന്നു, ഹസരംഗനെ ടീമിലെടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണോ ആവോ, അറിയാൻ പാടില്ലാത്ത ഈ സഞ്ജു ഹെയ്റ്റ്മയർ. എന്റെ പ്രിയപ്പെട്ട ഹെയ്റ്റി, ഒരു പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞുണ്ടെങ്കിൽ നീയൊക്കെ എന്തിനാടാ കളിക്കാൻ വരണത്? വെറുതെ ആരാധകരെ പറയിപ്പിക്കാൻ. ഇമാതിരി കളി നോക്കുമ്പോ കിടന്ന് പറയണല്ലോ, ഇവന്മാരോടുള്ള കട്ട ആരാധന മൂത്താണെന്ന് ഇമാതിരി ഗെയിമൊക്കെ ഇരുന്ന് കാണുന്നത്. കേരളത്തിൽ ശരിക്കും ക്രിക്കറ്റിൻ ആരാധകർക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു 90s കിഡാണ്. അത്ര ഒരു 1990, 2000 ആരാധനൊന്നും ക്രിക്കറ്റിനോട് ആയിരിക്കുമൊന്നും ഇല്ല. പക്ഷെ ഇപ്പോഴും മനസ്സിൽ ക്രിക്കറ്റ് സൂക്ഷിക്കുന്നതുകൊണ്ട് ഇമാതിരി IPL പണക്കൊഴുപ്പിന്റെ ആണെന്ന് അറിയാം, തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാണുന്നത്. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ രാജസ്ഥാൻ റോയൽസ് തോറ്റത് കണ്ടപ്പോൾ വിഷമമല്ല, ഇവന്മാരോടൊക്കെ ഒരു പുച്ഛമാണ് തോന്നുന്നത്. ഇനി ഏതായാലും എന്റെ വീഡിയോക്ക് ഒന്നും റീച്ച് ഒന്നുമില്ല. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും 9 വ്യൂ, 10 വ്യൂ, 25 വ്യൂ ഒക്കെ ഉള്ളൂ. എന്നാലും വെറുതെ വീഡിയോ ചെയ്യും, സമയവും ഇതും കളഞ്ഞിട്ട്. നമ്മളത് ഉള്ള ഒരു സാധാരണ ഒരു മൊബൈലാണ്, അതും വെച്ചിട്ട് പരിമിതികൾക്കുള്ളിൽ നിന്ന് കുറെ വീഡിയോ ചെയ്യും. എന്നിട്ട് ഒരു രക്ഷയില്ല. ഇവന്മാരെയൊക്കെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അല്ലാതെ നമുക്കിത് ഇത് കാശൊന്നും കിട്ടണില്ല. അതല്ല വീഡിയോ ചെയ്യുന്നത്. ഇതെന്തെന്നാണ് പറയേണ്ടത്? ഒന്നും പറയാനില്ല. എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്ത് കളി? ഡെത്ത് ഓവറുകളിൽ 77 റൺസാണ് ഡൽഹി അടിച്ചത്. അതാണ് ഈ കളി തോൽപ്പിച്ചത്. അല്ലാതെ ഒരു സൂപ്പർ ഓവർ, ഒരു കുന്തോ അല്ല. മഹേഷ് ദീക്ഷണയും അവന്റെ തുഷാർ ദേശ്പാണ്ഡെയും. എന്റെ പൊന്നിം പരിപാടി നിർത്തിയിട്ടാ. ഞാനിനി രാജസ്ഥാനിൽ ഒന്നുമില്ല, മാതിരി വീഡിയോ ആയിട്ട് വന്നുമില്ല.